ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഹോം മേക്കിംഗ് ജേർണീനെ സ്ട്രെസ് ഫ്രീ ആക്കിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4 ടിപ്സും ആയിട്ടാണ്. ഒന്നാമത്തത്, എപ്പോഴും നമ്മളെ വീട് പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീട് പ്രസൻറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയും സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ ഒന്നിനും ഒരു സ്ഥലമില്ലാതെ നമുക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് സാധനം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക. എല്ലാ സാധനത്തിനും അതിൻ്റെതായ സ്ഥലം ഉണ്ടായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒരു ചാവി കൊണ്ടുപോയി മിക്കവർക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാവിയായിരിക്കും, താക്കോലായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലൊരു കീ ഹോൾഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന ആദ്യത്തെ പടി ആ കീ ഹോൾഡറിലേക്ക് നമ്മളുടെ വീടിൻ്റെ ആയാലും വണ്ടിയുടെ ആയാലും താക്കോലിട്ട് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല, ഇൻ കേസ് വേറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വേറെ ആർക്കെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് ഒറ്റയ്ക്ക് പോക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ താക്കോലോ എന്തെങ്കിലുമൊക്കെ താക്കോൽ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നൊരു കറക്റ്റ് അവർക്ക് അറിയാം. അപ്പോൾ അവരവിടെ പോയി എടുത്തോളും. നമ്മൾ വിളിക്കാനോ അന്വേഷിക്കാനോ ഒന്നും നേരം കളയേണ്ടതായിട്ട് വരില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ശീലം നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും പതുക്കെ പതുക്കെ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അവർ പോലും അറിയാതെ കാര്യം കയറുകയും പതുക്കെ പതുക്കെ അവരും ഈ കാര്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ സൗകര്യത്തിന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ? നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പഴമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിടി നട്ട്സോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. ബിക്കോസ് ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയടക്കം പല സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവരെല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 11 മണിക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. പക്ഷെ അത് ഒരു ലോങ് റണ്ണിൽ നോക്കുമ്പോൾ അത് അവരവരുടെ ഹെൽത്തിനെ തന്നെ ഒരുപാട് നെഗ്ലക്റ്റ് ചെയ്യുക, അവരുടെ ഹെൽത്ത് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു സ്ഥിതിഗതി കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടായിരിക്കണം ഞാൻ ഒരിക്കലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഒരു പഴം അതെങ്കിലും ഞാൻ കഴിച്ചിരിക്കും. ഈവൺ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ആയി 2 കുട്ടികളുടെയും ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ഫസ്റ്റ് ഞാൻ രാവിലെ തന്നെ വെള്ളം കുടിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം എൻ്റെ എനർജിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉള്ളിലാക്കും. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾക്ക് നിന്നിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കണം. ബിക്കോസ് ഫോർ മീ മൈ ഹെൽത്ത് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി തിങ് എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടികളുടെ ആയാലും നമ്മുടെ ഓഫീസിലെ ആയാലും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കല്യാണങ്ങൾ, പേരുവിളി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടിലോ എന്തെങ്കിലും ഒരു പേപ്പറിലോ എഴുതി ചുമരുമ ഞാൻ എന്നും കാണുന്ന ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് മിസ്സാവാതിരിക്കാൻ. അതുപോലെ തന്നെ ഒരു കലണ്ടർ വീടിൻ്റെ അടുക്കളയിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടും എപ്പോഴും കാണുന്ന രീതിയിലുള്ളത് ഒരു കലണ്ടർ ഞാൻ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കലണ്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ അതിൻ്റെ അടുത്തൊരു സ്റ്റിക്കി നോട്ടും കൂടി ഒട്ടിച്ചു വയ്ക്കും. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന വേറൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക്. മിക്കവാറും 3 മുറിയിലും ക്ലോക്ക് ഉണ്ട്. ബിക്കോസ് സമയം വളരെ പ്രഷ്യസ് ആണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഒരു ക്ലോക്ക് നമ്മുടെ അടുക്കളയിലുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ അമ്മായിമ്മയിൽ നിന്നാണ്. അമ്മ എപ്പോഴും ഒരു ടൈം പീസ് പോലത്തെ സംഭവം അമ്മയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ ഉണ്ടാവും. ഇത്രയും സമയത്ത് ഒരു 5:30 തുടങ്ങി 6-7:30 വരെയുള്ള സമയം ആൾ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. പക്ഷേ
വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് അത് കഴിയുന്നുണ്ട്. ഞാൻ ആ ക്വാളിറ്റി കിച്ചണിലും ക്ലോക്കിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അമ്മയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല ക്വാളിറ്റീസ് നമ്മൾ മറ്റ് സ്ത്രീകളിൽ കാണുമ്പോൾ അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് തന്നെ വേണം. നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൊട്ടീൻ ഉണ്ടായിരിക്കുക. അതായത് രാവിലെ ഇത്ര സമയത്തിന് എഴുന്നേക്കും, ഇന്ന സമയത്തിനുള്ളിൽ കുക്കിംഗ് കഴിയും, കുക്കിങ്ങിന് ശേഷം ഇന്ന കാര്യങ്ങൾ. അപ്പം നമുക്കൊരു റൊട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ചും കൂടിയും അവരുടെ ജോലിക്ക് പോകാനുള്ള ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് ബാക്കിയുള്ള സമയം എക്സ്ട്രാ എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ പണിയെടുത്തിട്ടും തീരാത്ത ഒരു സ്വഭാവം, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്ട്രെസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഞാൻ നമ്മളുടെ ചുറ്റുമുള്ള സ്ത്രീകളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ചില ആളുകൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അവർ ചെയ്യുന്ന വീട്ടു ജോലികളായിക്കോട്ടെ അല്ലെങ്കിൽ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ വളരെ ഇഷ്ടപ്പെട്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ചെയ്യുന്ന ആളുകൾ. ചില ആളുകൾ ഭയങ്കര സ്ട്രെസ്ഡാണ്. അവർക്ക് എന്താണ് അവരെ സ്ട്രെസ് ചെയ്യുന്നതെന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല. ഏത് നേരം പണിയെടുത്ത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് അവർക്കും ദേഷ്യം, വീട്ടുകാരോടും ദേഷ്യം, ഒന്നിനും സമയം തികയുന്നില്ല, അവർക്ക് ഒന്നിനും എനർജി ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ നമുക്കൊരു ഫിക്സഡ് റൊട്ടീൻ ഉണ്ടെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും വീട്ടമ്മയായാലും വർക്കിംഗ് വുമൺ ആയാലും നമ്മളുടെ സമയം ഇത്രയും സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് കഴിയണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമുക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന, അതായത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ജോലികൾ, വീക്ക്ലി ചെയ്യേണ്ട ജോലികൾ, മന്ത്ലി ചെയ്യേണ്ട ജോലികൾ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ജോലികൾ എന്നിങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് വെച്ചിട്ട്, ഇത് ബിഗിനേഴ്സിനാണല്ലോ ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ്. എനിക്ക് എല്ലാം കൂടി ചെയ്തിട്ട് ഭയങ്കര സ്ട്രെസ്സായിട്ട് വീട്ടുജോലി എന്നുള്ള കാര്യത്തിന് തന്നെ വെറുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോഴാണ് നമുക്ക് യൂട്യൂബിലായാലും നമുക്ക് ചുറ്റുമുള്ള ആളുകളാണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നോട്ടീസ് ചെയ്തപ്പോൾ എങ്ങനെ ഇവരെ കൊണ്ട് ഇത് സാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, അവർക്കൊരു റൊട്ടീൻ ഉണ്ട്. ഇത്രയും സമയത്തിനുള്ളിൽ അവരുടെ വീട്ടിലെ പണികളൊക്കെ തീർക്കും, ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകും, ജോലിക്ക് പോയി തിരിച്ചു വന്നാലും ശരി അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്താണ്. അവർക്ക് എല്ലാത്തിനും ഒരു റൊട്ടീനുണ്ട്. അത് തന്നെ അവരെ ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ വീട് സ്വർഗ്ഗമാവണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇല്ലേ? അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ തലയിലെടുത്ത് വയ്ക്കുമ്പോൾ അത് സ്ട്രെസ്ഫുൾ ആവാനായിട്ടാണ് ചാൻസസ് തരിക. അപ്പോൾ നമ്മളുടെ ജോലികളിൽ നമ്മളുടെ വീട്ടിലെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, കുഞ്ഞു കുട്ടിയാണെങ്കിലും ശരി അവനോട് പറയുക അല്ലെങ്കിൽ അവരോട് പറയുക, മോനെ ഈ കുപ്പി ഒന്ന് നിറച്ചേടാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനോട് പറയും ഇതൊന്ന് ചെയ്തു തരുമോ, ഒന്ന് സിമ്പിളായിട്ട് പറയുക. അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നമ്മളെപ്പോഴും അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ആ മെസ്സേജാണ് കൊടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അമ്മ ഇതേ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് അവരോട് പതുക്കെ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും, ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാനൊന്നും പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കില്ല എന്ന്. ആദ്യം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാലേ ആ വൈബ്രേഷൻസ് അവർക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ടിപ്സ് നമ്മളെ കമൻറ്റ് സെക്ഷനിൽ വരികയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് കുറച്ചും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കണ്ടുമുട്ടാം. താങ്ക് യു വൺസ് അഗെയിൻ.